ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നിയമനങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമനങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് വേഗം പഠിച്ചെടുക്കാം. ആദ്യത്തെ പോയിന്റ്, പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം. പഠിച്ചു പോവാ. പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം. ഓക്കെ, അപ്പൊ പിന്നിലൊക്കെ ഹാൻഡ് ഒക്കെ കൈ കെട്ടി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ജസ്റ്റ് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാൻഡ് അല്ലേ, പിന്നിലൊക്കെ കൈ കെട്ടി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം. ഓക്കെ, നമുക്ക് ഹാൻഡുമായിട്ട് ഹാൻഡ്സ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്കാം. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ഓക്കെ, പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. കിഷോർ മക്വാന ഒന്ന് പഠിച്ചു പോവാട്ടോ. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ഇനി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ കേട്ടോ. ന്യൂനപക്ഷം മൈനോറിറ്റീസ് ഒക്കെ ഇൻഗുലാബ് സിന്ദാബാദ് എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചു നോക്കാം. അപ്പൊ ഇൻഗുലാബിന് പകരം ഇക്ബാൽ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ അല്ലെങ്കിൽ ഇൻഗുലാബ് ഒക്കെ വിളിച്ചു നോക്കാം. ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്തത് ധനകാര്യ കമ്മീഷൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയാണ്. ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. അപ്പൊ നമുക്ക് ധനം എന്ന് പറയുമ്പോൾ പണവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ. പണം, പനഗരിയ പണമായിട്ട് ഓർക്കുക കേട്ടോ. ഇപ്പൊ ധനകാര്യ കമ്മീഷൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയ. മുമ്പത്തെ ആരായിരുന്നു? NK സിംഗ് ആയിരുന്നു. ഇപ്പൊ NK സിംഗ് മാറിയിട്ടാണ് അരവിന്ദ് പനഗരിയ ആയിട്ടുള്ളത്. അപ്പൊ ധനം, പന എന്നൊക്കെ ഓർക്കുക കേട്ടോ. പണമായിട്ടൊക്കെ ഓർക്കുക. അരവിന്ദ് പനഗരിയ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ ആണ് കേട്ടോ. ആരാണ്? പ്രിയങ്ക് കനൂങ്കോ. ബാലാവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് ബാലന്മാരൊക്കെ നമുക്ക് ഭയങ്കര പ്രിയമായിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രിയമായിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് പ്രിയങ്ക് കനൂങ്കോ. പ്രിയങ്ക് കനൂങ്കോ. പിന്നെ UPSC ചെയർമാൻ, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാ? മനോജ് സോണി കേട്ടോ. അതൊന്ന് പഠിച്ചു പോവാ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? മനോജ് സോണി. മനോജ് സോണി. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഓക്കെ, സെൻട്രൽ വിജിലൻസ് ആണ്. വിജിലൻസ് ആണ് വാസ്തവ. വിജിലൻസ് വാസ്തവ അങ്ങനെ തന്നെ പഠിച്ചു പോവാ. അപ്പോ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ പ്രവീൺ കുമാർ വാസ്തവ അല്ലെങ്കിൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവ കേട്ടോ. ശ്രീവാസ്തവ. വിജിലൻസ് വാസ്തവ. ഓക്കെ, ഇനി ലോക്പാൽ ചെയർപേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ AM ഖാൻ വിൽക്കർ ആണ്. ലോക്പാൽ ചെയർപേഴ്സൺ. ലോക്പാൽ ചെയർപേഴ്സൺ ആരാണ്? AM ഖാൻ വിൽക്കർ. ഓക്കെ, ലോക്പാൽ പാല് വിൽക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പൊ വിൽക്കർ ആണ്. AM ഖാൻ ലോക്പാൽ ചെയർപേഴ്സൺ ആണ് കേട്ടോ. AM ഖാൻ വിൽക്കർ. അടുത്തത് അറ്റോർണി ജനറൽ ആരാ? R വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ജനറൽ ആരാണ്? R വെങ്കിട്ടരമണി. R വെങ്കിട്ടരമണി. ഓക്കെ, ഇനി സോളിസിറ്റർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ തുഷാർ മേത്ത. സോളിസിറ്റർ. സോളിസിറ്റർ. സോളിസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സോളോ എന്ന് ഓർക്കാം അല്ലെ. ഒറ്റയ്ക്ക് നമ്മൾ നല്ല ഉഷാറായിട്ടൊക്കെ ഇരുന്നു എന്നൊക്കെ ഓർക്കാം കേട്ടോ. ഉഷാർ, തുഷാർ. ഓക്കെ, അപ്പൊ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അടുത്തത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, നമ്മൾ ആരെങ്കിലും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മർമർ ചെയ്യും. നമ്മൾ ഇംഗ്ലീഷിൽ മർമർ കുറുക്കാന്ന് പറയില്ലേ, അങ്ങനെ കേട്ടോ. അപ്പൊ മുർമു, ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആണ് ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു. ഇനി ISRO ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ISRO ചെയർമാൻ ആരാ? S സോമനാഥ് ആണ്. 5ാമത്തെ മലയാളിയും 10ാമത്തെ വ്യക്തി കൂടിയാണെന്നുള്ളൊരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ISRO ചെയർമാൻ ആയിട്ടുള്ള 10ാമത്തെ വ്യക്തി കൂടിയാണ്. 5ാമത്തെയാണെന്നുള്ളത് ഓർക്കുക. അടുത്ത് നോക്കാം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ, അതായത് VSSC ഡയറക്ടർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ S ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, S ഉണ്ണികൃഷ്ണൻ നായർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. അപ്പൊ V പോലെ തന്നെ U എന്നൊക്കെ ഒന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കുക അല്ലെ. അപ്പൊ ഉണ്ണികൃഷ്ണൻ VSSCയുടെ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ S ഉണ്ണികൃഷ്ണൻ നായർ. S ഉണ്ണികൃഷ്ണൻ നായർ. അടുത്ത് നോക്കാം. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ അജിത് കുമാർ മൊഹന്തി. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തി. ഓക്കെ, അപ്പൊ അജിത് സിനിമ നടന് നല്ലൊരു എനർജി ഉണ്ടെന്നൊക്കെ ഓർക്കുക കേട്ടോ. അറ്റോമിക് എനർജി ആണ്, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അജിത് കുമാർ മൊഹന്തി.
അപ്പൊ നമുക്ക് ഇത്രയും നേരം പഠിച്ചിട്ടുള്ളതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ, പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ, പിന്നാക്കം കൈ കെട്ടുന്ന ആൾക്കാരെയൊക്കെ ഓർക്കാം. അപ്പൊ ഹാൻസ് എന്നുള്ള രീതിയിൽ ഹൻസരാജ് ഗംഗാറാം. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന, പഠിച്ചു പോവാ. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. നമ്മൾ പറഞ്ഞു ന്യൂനപക്ഷ മൈനോറിറ്റീസ് ഒക്കെ ഇങ്ങനെ ഇൻകുലാബ് ഒക്കെ വിളിക്കുമല്ലോ, അപ്പൊ ഇക്ബാൽ സിംഗ് ലാൽപുര. ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ. ധനം പണം അല്ലെങ്കിൽ പനഗരിയ ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, അരവിന്ദ് പനഗരിയ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ, അല്ലെ, ബാലന്മാരൊക്കെ നമുക്ക് ഭയങ്കര പ്രിയമാണ്, അപ്പൊ പ്രിയങ്ക് കനൂങ്കോ. പിന്നെ UPSC ചെയർമാൻ ചോദിക്കുകയാണെങ്കിലോ മനോജ് സോണി. UPSC ചെയർമാൻ മനോജ് സോണി. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, അപ്പൊ വിജിലൻസ് വി വെച്ചിട്ട് തന്നെ വാസ്തവ, അല്ലെ, അപ്പൊ ശ്രീവാസ്തവ, പ്രവീൺ കുമാർ ശ്രീവാസ്തവ, പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ലോക്പാൽ ചെയർപേഴ്സൺ, പാല് വിൽക്കും എന്നൊക്കെ പറഞ്ഞു, അപ്പൊ AM ഖാൻ വിൽക്കർ. ലോക്പാൽ ചെയർപേഴ്സൺ ആണ് AM ഖാൻ വിൽക്കർ. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി, അതെല്ലാരും പഠിക്കുക. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. പിന്നെ സോളിസിറ്റർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. നമ്മൾ പറഞ്ഞു സോളോ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉഷാർ വരും അല്ലെ, അപ്പൊ തുഷാർ മേത്ത. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്, ഗിരീഷ് ചന്ദ്ര മുർമു. നമ്മൾ കൺട്രോൾ ഒക്കെ ചെയ്യാൻ വരുമ്പോൾ നമ്മളിങ്ങനെ മർമർ ചെയ്യും, അല്ലെങ്കിൽ മുർമു ആയിട്ടൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. ISRO ചെയർമാൻ S സോമനാഥ് ആണ്, 5ാമത്തെ മലയാളി. ISRO ചെയർമാൻ ആവുന്ന 10ാമത്തെ വ്യക്തി കൂടിയാണ്. പിന്നെ VSSC, അതായത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അതിന്റെ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ S ഉണ്ണികൃഷ്ണൻ. ഓക്കെ, V പോലെ U ഇരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ. അറ്റോമിക് എനർജി ചെയർമാൻ ആരാണ്, അജിത് കുമാർ മൊഹന്തി. അറ്റോമിക് എനർജി, നമ്മുടെ അജിത് സിനിമ നടന് നല്ല എനർജി ആണെന്നൊക്കെ ഓർക്കാം കേട്ടോ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആണ് അജിത് കുമാർ മൊഹന്തി. അടുത്തത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ ആരാണ്, M ജഗദേഷ് കുമാർ. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ M ജഗദേഷ് കുമാർ ആണ്. അപ്പൊ നമുക്ക് ഓർക്കാം, നമ്മുടെ സിനിമാ നടൻ ജഗദീഷ് ഉണ്ടല്ലോ, ജഗദീഷ് ആക്ടിങ്ങിന് മുമ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു സാർ ആയിരുന്നു കേട്ടോ. അപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജഗദീഷുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. M ജഗദേഷ് കുമാർ കേട്ടോ, M ജഗദേഷ് കുമാർ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ M ജഗദേഷ് കുമാർ. റിസർവ് ബാങ്ക് ഗവർണർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, ശക്തികാന്ത ദാസ് ആണ്. ബാങ്കുകളുടെ ഒക്കെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണ്, വളരെ ശക്തിയുള്ള ഒരാളാണെന്ന് ഓർക്കാം, ശക്തികാന്ത ദാസ്. ഇനി സെബിയുടെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാധബി പുരിപുച്ചാണ്. സെബിയുടെ ചെയർപേഴ്സൺ, സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാധബി പുരിപുച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ പൂരിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സെക്യൂരിറ്റി ഒക്കെ വേണമെന്ന് വെറുതെ ഓർക്കുക കേട്ടോ, നല്ല സെക്യൂരിറ്റി വേണമെന്ന് ഓർക്കാം, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആള് നമ്മുടെ പൂരിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഓർക്കാം കേട്ടോ, വെറുതെ കണക്ട് ചെയ്യുക. അപ്പൊ സെബിയുടെ ചെയർപേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് മാധബി പുരിപുഷ്. നബാർഡിന്റെ ചെയർമാൻ ആരാ, ഷാജി KV അല്ലെ. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് നബാർഡ് എന്ന് പറയുമ്പോൾ ആട് അല്ലെ, നമ്മുടെ ആട് സിനിമയിനകത്തുള്ള ഷാജി പാപ്പനെ ഓർക്കാം, ഷാജി KV ആണ് നബാർഡ് ചെയർമാൻ. ആരാണ്, ഷാജി KV. അടുത്തത് IRDAI എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണ്. ഇൻഷുറൻസ് ആണ് IRDAI എന്ന് പറയുന്നത് കേട്ടോ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാ, ദേബാശിഷ് പാണ്ഡെ ആണ് കേട്ടോ. നമുക്ക് ഓർക്കാം, നമ്മൾ ഈ ഇൻഷുറൻസ് ഒക്കെ പണ്ടേ എടുക്കണം എന്ന് ഓർക്കാം അല്ലെ, പെട്ടെന്ന് ഒരു കാര്യം വന്നിട്ട് എടുത്തിട്ട് കാര്യമില്ല, പണ്ടേ നമ്മൾ എടുക്കണം എന്ന് ഓർക്കാം. അപ്പൊ പാണ്ഡെയാണ് കേട്ടോ, പണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ദേബാശിഷ് പാണ്ഡെ. ഇനി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാന്ന് ചോദിക്കണമെങ്കിൽ അനിൽ ചൗഹാൻ. ഓക്കെ, ചീഫ് ഓഫ് ഡിഫൻസിന്റെ സ്റ്റാഫ് ആരാ, അനിൽ ചൗഹാൻ ആണ്, അനിൽ ചൗഹാൻ. ഓക്കെ, അപ്പൊ ഡിഫെൻഡ് ചെയ്യാൻ നമ്മളിങ്ങനെ ചവിട്ടി ഡിഫെൻഡ് ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ ചൗ വെച്ചിട്ട് കേട്ടോ, ചൗഹാൻ, അനിൽ ചൗഹാൻ. നിങ്ങൾ പേരുകളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക, പിന്നെ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടി മാത്രം കോഡ്സുകൾ യൂസ് ചെയ്യുക കേട്ടോ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് അനിൽ ചൗഹാൻ. ഇനി കരസേന മേധാവി ചോദിക്കുകയാണെങ്കിൽ മനോജ് പാണ്ഡെ ആണ്, കരസേന. അപ്പൊ കരസേന മേധാവി മനോജ് പാണ്ഡെ, അത് പഠിച്ചു പോവാ. കരസേന മേധാവി മനോജ് പാണ്ഡെ. വ്യോമസേന മേധാവി വിവേക് റാം ചൗധരി ആണ്. വ്യോമസേന നമ്മുടെ എയർഫോഴ്സ് ആണ് അല്ലെ, അപ്പൊ എയർഫോഴ്സിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചൗവരി ഒക്കെ വിതരണം ചെയ്യണതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. ചൗവരി എയർഫോഴ്സ്, ഇതേപോലെ ഇങ്ങനെ പ്രളയവും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ചൗവരി ഒക്കെ വിതരണം ചെയ്തു എന്ന് ഓർക്കാം. അപ്പൊ വ്യോമസേന മേധാവി ചോദിക്കുകയാണെങ്കിൽ വിവേക് റാം ചൗധരി. ഇനി നാവികസേനയുണ്ട്, നാവിക എന്ന് പറയുമ്പോൾ നേവിയാണ് അല്ലെ. നാവികസേന മേധാവി R ഹരികുമാർ ആണ്.
അപ്പോ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർക്കാം. ഹരികുമാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹരിത അല്ലെ, ഹരിത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ച എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പൊ പച്ചവെള്ളം എന്ന് ഓർക്കാം. നേവി എന്ന് പറയുമ്പോൾ വെള്ളം അല്ലേ, പച്ചവെള്ളം എന്ന് പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ നാവികസേന മേധാവി ആരാണ്? ആർ ഹരികുമാർ. ഓക്കെ, നേവി വെള്ളം ആയിട്ട് ഓർക്കാം. അപ്പൊ പച്ചവെള്ളം ആർ ഹരികുമാർ. അപ്പൊ ഇത് മാറിപ്പോരുതേ. കരസേന മേധാവി മനോജ് പാണ്ഡെ, വ്യോമസേന മേധാവി വിവേക് റാം ചൗധരി, നാവികം എന്ന് പറയുമ്പോൾ നേവിയാണ്. അപ്പൊ വെള്ളം, പച്ചവെള്ളം, ഹരിത എന്നുള്ള രീതിയിൽ ഹരികുമാർ, ആർ ഹരികുമാർ. അടുത്ത് നോക്കാം. ട്രായിയുടെ ചെയർമാൻ ആണ്. ട്രായിയുടെ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അനിൽ കുമാർ ലഹോട്ടിയാണ് കേട്ടോ. ട്രായ് എന്ന് പറയുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ടെലികോം, നമ്മുടെ ടെലിഫോൺ ഒക്കെ പോലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അനിൽ കുമാർ ലഹോട്ടിയാണ്. നമ്മൾ കുറേ നേരം ടെലിഫോണൊക്കെ വിളിച്ചു കഴിയുമ്പോൾ കുറച്ച് ഹോട്ട് ആവും അല്ലെ. നമ്മുടെ മൊബൈൽ ആണെങ്കിലൊക്കെ കുറച്ച് ഇങ്ങനെ ചൂട് വരില്ലേ. അപ്പൊ ലഹോട്ടി എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? അനിൽ കുമാർ ലഹോട്ടി. ചെയർമാൻ ഓഫ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ സഞ്ജീവ് കുമാർ ആണ്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? സഞ്ജീവ് കുമാർ. എയർപോർട്ടിലേക്കൊക്കെ നമ്മൾ സഞ്ജീവ് കൊണ്ടൊക്കെ പോയി ഓർക്കാം അല്ലെ. സഞ്ജീവ് കുമാർ. അടുത്ത ചെയർമാൻ ഓഫ് DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO. ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ കമത്തിയിടുക എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാലോ അല്ലെ. കമത്താണ്, സമീർ വി കമത്താണ് കേട്ടോ. ഡിഫെൻഡ് ചെയ്യുക ഒരാളിങ്ങനെ കമത്തി ഇട്ടു എന്നൊക്കെ ഓർക്കാം. സമീർ വി കമത്താണ് ചെയർമാൻ ഓഫ് DRDO. സമീർ വി കമത്ത്. അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം. നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ലോക്പാൽ ഇവിടെ തൊട്ടാണ് അല്ലെ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനുങ്കോ, പിന്നെ UPSC ചെയർമാൻ മനോജ് സോണി, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ വിജിലന്റ് ആയിട്ടിരിക്കുക എന്താ വാസ്തവ അല്ലെ, ശ്രീവാസ്തവ, പ്രവീൺ കുമാർ ശ്രീവാസ്തവ, ലോക്പാൽ ചെയർപേഴ്സൺ AM ഖാൻ വിൽക്കർ, പാല് വിൽക്കും എന്നൊക്കെ ഓർക്കാം. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി, സോളോസിറ്റർ ജനറൽ തുഷാർ മേത്ത, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു, ISRO ചെയർമാൻ S സോമനാഥ്, പിന്നെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ അല്ലെങ്കിൽ VSSCയുടെ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ, വി പോലെ യു എന്ന് ഓർക്കാം. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി, പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ M ജഗദീഷ് കുമാർ ആണ്. റിസർവ് ബാങ്കിന്റെ ഗവർണർ ശക്തികാന്ത ദാസ്, സെബി ചെയർപേഴ്സൺ മാധവി പുരിബുച്ച്, നബാർഡിന്റെ ചെയർമാൻ ഷാജി KV, പിന്നെ IRDAI എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. അതിന്റെ ഹെഡ് വരുന്നത് ദേബാശിഷ് പാണ്ഡെ ആണ്. പണ്ടേ ഇൻഷുറൻസ് എടുക്കുന്നൊക്കെ ഓർക്കാം അല്ലെ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, ഡിഫെൻഡ് ചെയ്യുക ചവിട്ടുക എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ചവിട്ടി ഡിഫെൻഡ് ചെയ്യാന്നൊക്കെ ഓർക്കാം അല്ലെ. അനിൽ ചൗഹാൻ. കരസേന മേധാവി മനോജ് പാണ്ഡെ, കരസേന കേട്ടോ, മനോജ് പാണ്ഡെ. വ്യോമസേന എയർഫോഴ്സ് ആണ്. അപ്പൊ ചൗവരിയൊക്കെ വിതരണം ചെയ്യുന്ന ഓർക്കാം. വിവേക് റാം ചൗധരി. നാവികസേന മേധാവി, നാവികം എന്ന് പറയുമ്പോൾ നേവി ആണ്. അപ്പൊ പച്ചവെള്ളം എന്ന് ഓർക്കാം. R ഹരികുമാർ കേട്ടോ, ഹരിത നിറം പച്ചവെള്ളം. ട്രായ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അനിൽ കുമാർ ലഹോട്ടിയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആണ് അനിൽ കുമാർ ലഹോട്ടി. കുറെ നേരം ടെലിഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഹോട്ട് ആവും അല്ലെ. അപ്പൊ ലഹോട്ടി. ചെയർമാൻ ഓഫ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർപോർട്ടിലൊക്കെ സഞ്ജീവ് കൊണ്ടുപോയി ഓർക്കാം. സഞ്ജീവ് കുമാർ. ചെയർമാൻ ഓഫ് DRDO സമീർ വി കമത്ത്. ഓക്കെ, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ കമത്തി ഇട്ടു എന്നൊക്കെ ഓർക്കാം. ഡിഫെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ കമത്തി ഇട്ടു എന്നൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പോയിന്റുകളാണ്. അപ്പൊ ഇതിന് ഞാൻ പ്രത്യേകിച്ച് വലിയ കോഡുകളൊന്നും വെച്ചിട്ടില്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമു എല്ലാവർക്കും അറിയാം അല്ലെ. ഉപരാഷ്ട്രപതി ആരാ? ജഗദീപ് ധൻകർ ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് കേട്ടോ, DY ചന്ദ്രചൂഡാണ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ, 50ാമത്തെയാണ്. ലോക്സഭ സ്പീക്കർ ഓം ബിർള. ഓക്കെ, ലോക്സഭ സ്പീക്കർ ഓം ബിർള. ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ഇതൊന്ന് പഠിച്ചു പോവാ. ലോക്സഭ സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ, ഉത്പൽ കുമാർ സിംഗ്. ഓക്കെ, ലോക്പാൽ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ, ലോക്പാൽ. അപ്പൊ ലോക്സഭ സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ, ഉത്പൽ കുമാർ സിംഗ്. ലോക്പാൽ എന്ന് ഓർക്കാം, പക്ഷെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. ലോക്സഭ സെക്രട്ടറി ജനറൽ ആണ് ഉത്പൽ കുമാർ സിംഗ്. ഇനി രാജ്യസഭ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ജഗദീപ് ധൻകർ ആണ്. രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? ജഗദീപ് ധൻകർ ആണ് രാജ്യസഭ അധ്യക്ഷൻ. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ആരാ? മല്ലിക അർജുൻ ഖാർഗെ. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണെങ്കിൽ മല്ലിക അർജുൻ ഖാർഗെ. രാജ്യസഭ സെക്രട്ടറി ജനറലോ? നരേന്ദ്രമോദി കേട്ടോ. അപ്പൊ ഇതൊരു മൂന്നെണ്ണവും ഒന്ന് ഒരുമിച്ച് പഠിക്കുക. രാജ്യസഭ അധ്യക്ഷൻ ജഗദീപ് ധൻകർ. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലിക അർജുൻ ഖാർഗെ.
രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാ? രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. പ്രമോദ് ചന്ദ്ര മോദി. ഓക്കെ. ഇനി അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ഓക്കെ. പണ്ടത്തെ രാജാക്കന്മാരെയൊക്കെ എല്ലാവരും എലക്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നൊക്കെ വെറുതെ ഓർക്കുക കേട്ടോ. അങ്ങനെയൊന്നും അല്ല, എന്നാലും വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. രാജീവ് കുമാർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. ഓക്കെ. മനുഷ്യാവകാശ കമ്മീഷണർ അരുൺ കുമാർ മിശ്ര. മനുഷ്യാവകാശ കമ്മീഷണർ അരുൺ കുമാർ മിശ്ര. ഓക്കെ. മനുഷ്യാവകാശ കമ്മീഷണർ അരുൺ കുമാർ മിശ്ര. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. മുഖ്യ വിവരാവകാശമാണ് അല്ലെ. അപ്പൊ വിവരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പലരും സമരം ചെയ്തിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കാം. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ PSCയിലത്തെ പല കാര്യങ്ങളും റാങ്ക് ലിസ്റ്റും കാര്യങ്ങളുടെ ഒക്കെ വിവരം കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ സമരം ചെയ്യുന്നൊക്കെ ഓർക്കാം അല്ലെ. അതേപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാ? രേഖ ശർമ്മ. ഓക്കെ. വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. രേഖ ശർമ്മ. വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് 50-ാമത്തെയാണ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭാ സെക്രട്ടറി ജനറൽ ലോക്പാൽ എന്നുള്ള രീതിയിൽ ഉത്പൽ കുമാർ സിംഗ്, രാജ്യസഭ അധ്യക്ഷൻ ജഗദീപ് ധൻകർ, രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലിക അർജുൻ ഖാർഗെ, രാജ്യസഭ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നമ്മൾ എലക്ട് ചെയ്തിട്ട് രാജാവ് ജയിച്ചു എന്നൊക്കെ വെറുതെ ഓർക്കട്ടോ, രാജീവ് കുമാർ. മനുഷ്യാവകാശ കമ്മീഷണർ ആരാ? മിശ്ര. മനുഷ്യൻ മിശ്ര അല്ലെ. പലതരത്തിലുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടെന്ന് ഓർക്കാം. അപ്പൊ മിശ്ര എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അരുൺ കുമാർ മിശ്ര. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ അല്ലെ. വിവരം കിട്ടാനായിട്ട് നമ്മൾ സമരമൊക്കെ ചെയ്യുന്ന ഓർക്കാം. വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. RBI ഗവർണർ ആരാണെന്ന് എല്ലാവരും ഒന്ന് വേഗം കമന്റ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിന് ശേഷം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ RBI ഗവർണറും കമന്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ് എങ്ങനെയെന്ന് കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. ആ ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് കൂടെ കാണുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു സോ മച്ച്.